ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ഉപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. ഉപ്പേരി പറഞ്ഞാൽ സാധാരണ ഉപ്പേരിയല്ല, നമ്മൾ ചക്കൻ്റെ ഉപ്പേരി കേട്ടോ. ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നേക്കും, കുറേ ആൾക്കാർക്ക് അറിയാതെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. പക്ഷേ നമ്മളില്ലേ ഇവിടെ ഇങ്ങനെ പ്ലാവ് മുറിച്ച സമയത്ത് ചെറിയ ചെറിയ കുഞ്ഞൻ ചക്ക കിട്ടിയിട്ടോ. അപ്പോൾ കുഞ്ഞൻ ചക്ക കിട്ടിയപ്പോൾ നമ്മൾ പറയും എന്തിന് കൊത്തവര ചക്ക, അങ്ങനെ എന്തൊക്കെ പേരുണ്ട് ഇതിന്, കുഞ്ഞൻ ചക്ക എന്നും പിന്നെ എന്തൊക്കെ പേരുണ്ട് കേട്ടോ ഇതിന്. ചക്കക്ക് കുറേ പേരുണ്ട്. അപ്പോൾ നമ്മളിത് അതുപോലെ ചക്ക എടുത്തിട്ട് നമ്മൾ ഈ ചെറിയ ചെറിയ ചക്ക വെച്ചിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കൻ്റെ ആദ്യത്തെ ആ തണ്ട് അങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ പശ പോലത്തെ പാലുണ്ടാവുമല്ലോ, അതങ്ങോട്ട് കളഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഉൾഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ വിരിയാത്ത ചക്ക ആണല്ലോ. അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് നല്ല കുനുകുനാ കത്തി കൊണ്ട് കൊത്തി 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 ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കുക്കറിലേക്ക് ഇത് ഈ അരിഞ്ഞു വെച്ചൊക്കെ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ഉണ്ടാവും, എല്ലാ കൂട്ടുകാരും ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കല്ലുപ്പ് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റും കേട്ടോ. എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കർ അടിച്ച് ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ അത് വെന്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ചട്ടിയിൽ വെച്ച് നന്നായിട്ട് എന്താ പറയുക, ഈ തിളച്ച് വരുന്ന സമയത്ത് ഉള്ളി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളിയല്ല, വെല്ലുള്ളി ഒരു വലുത് ഫുള്ളായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതുപോലെ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വറവൽ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ച് അതിന് ശേഷമാണ് കരിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കടുക് ആദ്യം പൊട്ടിച്ചൊഴിക്കണം, പിന്നെ അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ കരിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇടാൻ നേരത്ത് ഇട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ ഈ പദമൊക്കെ വന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു പദം വരും, ഇങ്ങനെ ആ ഉള്ളിക്കൊരു നീരുണ്ടാവുമല്ലോ, വലിയ ബോംബുള്ളിക്ക്. അപ്പോൾ ആ ഒരു വെല്ലുള്ളിൻ്റെ നീരൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പദം വരുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നേരെ നമ്മളിതെടുത്തിട്ട് ചട്ടിയിലേക്ക് ഈ ഒരു വറവൽ നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് നേരെ നമ്മൾ ഈ ഉപ്പേരി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ, ആ ഒരു ഇത് വറ്റി വരുന്ന ആ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് കുറുകി പകരം ഈ ഉള്ളിൻ്റെ നീരൊന്ന് ഇങ്ങനെ പൊന്തി വരുന്ന സമയമുണ്ടല്ലോ, അതിങ്ങനെ പത പോലെ ആ ഒരു ഉള്ളിൻ്റെ ടേസ്റ്റും കൂടി മാറിക്കിട്ടണം. ആ ഒരു രീതിയിൽ എത്തുമ്പോഴാണ് നമ്മളിത് മാറ്റേണ്ടത് കേട്ടോ. എന്നിട്ട് അത് നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇതിനിടയിൽ ഇവിടെ മീൻ വണ്ടി പോയി, അതാ ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പാക്കി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ് ഇതുപോലെ നന്നായിട്ട് നമ്മൾ വറവിട്ടത് ഇതിലേക്ക് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അല്ലേ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും സപ്പോർട്ട് ചെയ്യും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഒരുപാട് കൂട്ടുകാർ വെറുതെ കാണുന്നേ ഉള്ളൂ, ആരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടമായി എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.